ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th കെമിസ്ട്രിയിലെ 3rd ചാപ്റ്ററിന്റെ ഒരു PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 17. റൈറ്റ് ഇറ്റ്സ് സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്, 17 ആണ്. അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മളോട് എഴുതാൻ പറയാണ്. അപ്പൊ മക്കളെ, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പർ 1 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ അറ്റോമിക് നമ്പർ 17 ആയ എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. വെരി സിമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റോമിക് നമ്പർ 17 എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ഏതാണ്? അത് നമ്മുടെ ക്ലോറിൻ ആണല്ലേ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ക്ലോറിനിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടത്. അതെങ്ങനെ എഴുതുക? 1s2 2s2 2p6 3s2 3p5 എന്നാണ് വരിക. ഇതാണ് ക്ലോറിനിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് കംപ്ലീറ്റഡ്. ഇനി നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് ദിസ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഈ എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കണം, പീരിയഡ് നമ്പറും കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ മക്കളെ, ഈ ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റ് ഏത് ബ്ലോക്കിലാണ് പെടുക? ഒരു സംശയമില്ല, നമുക്ക് പറയാം ക്ലോറിൻ എന്താണ്? പി ബ്ലോക്ക് എലമെന്റ് ആണ്. കാരണം അവസാനമായിട്ട് ഇലക്ട്രോൺ ഫില്ലാകുന്നത് പി സബ്ഷെല്ലല്ലേ. അതുകൊണ്ട് ക്ലോറിൻ എന്താണ്? ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെയും പി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്യുക. എന്നിട്ട് അതിനോട് കൂടെ എന്ത് ആഡ് ചെയ്യാം? 10 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറിനിന്റെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ക്ലോറിനിന്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടെത്തുന്നത്? നോക്ക്, ക്ലോറിനിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്തുക? എടാ മക്കളെ നോക്ക്, ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അതുപോലെ തന്നെ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അപ്പൊ ഇത് രണ്ടും പാടെ ആഡ് ചെയ്യാം. 5ഉം 2ഉം ആഡ് ചെയ്താൽ 7 അല്ലേ കിട്ടുക. അതിനോട് കൂടെ എന്ത് ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 17 എന്ന് കിട്ടി. അപ്പൊ ക്ലോറിനിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 17 ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. അടുത്ത കാര്യം നോക്ക്, പീരിയഡ് നമ്പർ കണ്ടുപിടിക്കണം. എന്താണ് പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയസ്റ്റ് ഷെൽ നമ്പർ ആണ് പീരിയഡ് നമ്പർ. അപ്പൊ നോക്ക്, ഇവിടുത്തെ ഹൈയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 3 അല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് പീരിയഡ് നമ്പർ എന്താണ്? 3 ആയിരിക്കും ഉണ്ടാവുക.